ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം ഇന്ന് കുക്കിങ്ങിന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പൊ ബാക്ക് ടു സ്കൂൾ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ പോത്തീസിൽ നിന്നാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും വേറെ കേടുപാടുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ അത്യാവശ്യം അതൊക്കെ ഉണ്ട്. ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു എന്നും എത്ര രൂപയായെന്നും ഓരോന്നായിട്ട് പറയാമേ. അപ്പൊ ആദ്യം തന്നെ ബാഗാണ് കേട്ടോ. ആദ്യം തന്നെ ബാഗാണ് വാങ്ങിച്ചത്. ഇത് മോന് വാങ്ങിച്ച ബാഗാണ്. അവന് അയൺമാൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബാഗ്. ഈ ബാഗിന് വന്ന് 685 രൂപയാണ് ഇതിൽ വില ഇട്ടിട്ടുള്ളത്. പക്ഷെ 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഡിസ്കൗണ്ട് പോയിട്ടുള്ള എമൗണ്ട് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 500 സംതിങ് ഇതിന് വന്നിട്ടുള്ളൂ കേട്ടോ വില. അപ്പം അങ്ങനെയാണ് ഈ ബാഗ് വാങ്ങിച്ചത്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാഗാണ്. പ്രത്യേകിച്ചൊന്നും ഇതാ ഇവിടെ ഒരു ചെറിയ അറയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു അറയുണ്ട്. ഇവിടെ ഒരു അറയുണ്ട്. ബാക്കിലൊരു അറയുണ്ട്. ഓക്കെ, അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഓക്കെയാണ്. അപ്പൊ നല്ലൊരു ബാഗാണ്. കൊള്ളാം. ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മോക്ക് വാങ്ങിച്ച ബാഗാണേ. ഇത് സ്കൂബിയുടെ ഒരു ബാഗാണ് കേട്ടോ. ഇത് വന്ന് വില വരുന്നത് എത്ര 825 രൂപയാണ് കേട്ടോ. അപ്പൊ 825 രൂപയാണ്. അപ്പൊ ഇതിന് വന്ന് 10% കേട്ടോ ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ 700 സംതിങ് ഇതിന് വില വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതില് നമുക്ക് അകത്ത് ഒരു കളറിങ് ബുക്കും ഒരു നെയിം സ്ലിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും അതിനകത്ത് ഫ്രീ ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഒരു കളറിംഗ് ബുക്കും ഒരു നെയിം സ്ലിപ്പും. ഓക്കെ, കളറിംഗ് ബുക്ക് അത്യാവശ്യം കുറെ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കളറൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതുണ്ടായിരുന്നു. ഇതിലും ഇതാ ഒരു വലിയ അറയുണ്ട്, 2 വലിയ അറയുണ്ട്, ഒരു ചെറിയ അറയാണ് ഉള്ളത്. അപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള ബാഗാണ്. അപ്പൊ ഇതും ഓക്കെയാണ്. പിന്നെ ഉള്ളത് 2 പേർക്കും 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ ബോക്സ്? അപ്പൊ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ലോക്കുള്ള ബോക്സ് ആണ്. അപ്പൊ ലോക്കിന്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇവിടെ 2 ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ 2 ആ നമ്പർ തിരിക്കുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും കേട്ടോ. അപ്പൊ ഇത് 2 1 പിന്നെ അതിങ്ങനെ ആക്കണമെന്തോ അങ്ങനെ എന്തെങ്കിലും. അങ്ങോട്ടാണ് കേട്ടോ, അങ്ങോട്ട്. അങ്ങനെ ആക്കി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ പെൻസിലൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ സെയിം ആണ് ഇതും. ഇത് ഇതേപോലെ ലോക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് പൊട്ടിച്ചില്ല. അപ്പൊ ഇതും അതേപോലെ ലോക്ക് ആയിട്ടുള്ളതാണ്. ഇതിന് വില വരുന്നത് 305 രൂപയാണ് കേട്ടോ. ഇതും 10% എന്തോ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. 10% എന്തോ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് 305 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആണ് കേട്ടോ. നമുക്ക് സ്കെയിലും അത്യാവശ്യം എറൈസറും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയതാണ്. പിന്നെ എറൈസർ എന്തോ ഇതിനകത്തുണ്ട്. ഇതാ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാനുള്ളത്, ഇത് വലുതായിട്ട് കട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം രണ്ടും അതേ സെയിം തന്നെയാണ്. രണ്ടിനും ഓരോന്നിന് വില വരുന്നത് 305 രൂപയാണ് കേട്ടോ. അപ്പം 10% എന്തോ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിനും ആ ഒരു വിലയാണ് വരുന്നത്. വാങ്ങിച്ചിട്ടുണ്ടായ 2 ലഞ്ച് ബാഗ് ആയിരുന്നേ. ലഞ്ച് ബാഗ് ഇത് ചൂട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ലഞ്ച് ബാഗാണ്. അപ്പം അതിന് വില വരുന്നത് 245 രൂപയാണ് കേട്ടോ. ഇതിന് 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നോർമലി ഉള്ള ഒരു ബാഗാണ് കേട്ടോ. നോർമലി ഉള്ള ഒരു ബാഗാണ്. അതുകൊണ്ട് ഈ അയൺമാനൊക്കെ കണ്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി ഉള്ള ഒരു ബാഗാണ്. ഇതിന് വില വരുന്നത് 245 രൂപയാണ് കേട്ടോ. അപ്പൊ ഈ 2 ബാഗിനും 25% വെച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നേ. അപ്പൊ അത്യാവശ്യം എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്
ഈ ഒരു അറയുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു കുഞ്ഞറയുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഒരു കുഞ്ഞറയുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പൂണൊക്കെ വെച്ചുകൊണ്ട് പോവാം. അപ്പൊ ഇതില് ഇവിടെ ഒരു വലിയൊരു അറയുണ്ട്. പിന്നെ ഇവിടെ ഒരു അറയുണ്ട്. ബാക്ക് സൈഡിലും ഒരു അറയുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ടൗലൊക്കെ വെക്കണമെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് പോവാമല്ലോ. അപ്പൊ അതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ 2 ലഞ്ച് ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താണ് പെൻസില് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അയൺമാന്റെ പെൻസിലാണ് കേട്ടോ. അയൺമാന്റെ പെൻസില്. പിന്നെ ഒരു കട്ടറും ഉണ്ട് കേട്ടോ. ഒരു കട്ടറും ഉണ്ട്. പിന്നെ ഒരു സാധനമുണ്ട് ഈ പെൻസിലിന്റെ മുകളിലൊക്കെ വെച്ച് പിള്ളേരെങ്ങനെ വെച്ചിട്ട് വെറുതെ ഒരു രസത്തിന് വെച്ചിട്ടില്ല, അങ്ങനെ ചെയ്താലോ. പിന്നെ അങ്ങനെ ഒരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് 99 രൂപയാണ്. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. 2, 4, 6, 8, 10, 12 പെൻസിലുണ്ട്. അപ്പം ഇത് അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ മോക്ക് വാങ്ങിച്ചിട്ടുള്ളതും ഇതേപോലത്തെ ഒരു പെൻസിലാണ്. ഇത് 12 എണ്ണം ഉണ്ട് കേട്ടോ. 12 എണ്ണം ഉണ്ട്. ഒരു കട്ടറും ഉണ്ട്. ഇതേപോലെ മുകളിൽ വെച്ച് ഇങ്ങനെ വെറുതെ വെച്ച് ചന്തത്തിന് എഴുതാൻ പറ്റിയ ഒരു സാധനമുണ്ട് കേട്ടോ. ഇതും 99 രൂപയാണ്. ഇതും 99 രൂപയാണ്. ഒരു വർഷം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോ പെൻസിലിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ അതേപോലെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് കറി കൊണ്ടുപോകാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. അത് ഇവിടെ ഓരോ ഒന്നുണ്ടല്ലോ, ആ ഒരു അളവിനുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം മതിയാവും കേട്ടോ, കറി ഉണ്ടാവുള്ളത്. അപ്പം അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് അവർക്ക് ഈ വർഷം തൊട്ട് എന്തായാലും സ്നാക്സ് ഇല്ല. അതുകൊണ്ട് പിന്നെ സ്നാക്സ് ബോക്സിന്റെ ആവശ്യമില്ല. ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷത്തത് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് മതി. ഓക്കെ, അത് മതി. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് 2 വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മോനെടുത്തതാണ് കേട്ടോ. സ്പൈഡർമാന്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് 285 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ താത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെള്ളം കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ ഈ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാരാണ്? ലബൂബിന്റെ ആണ്. ഇത് 280 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മൾ ഇതിങ്ങനെ മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇത് ലോക്ക് ആവും. പിന്നെ നമ്മൾ ഇതിങ്ങനെ താഴോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓണാവും. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇത് വെച്ചിട്ട് ലോക്ക് ആക്കാം. പിന്നെ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ നടക്കാം. അപ്പൊ അതിനുള്ള ഒരു 2 വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതും ഓക്കെ ആയി. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഷൂ ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് സ്കൂളിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഷൂ ആണ്. അപ്പൊ നമ്മുടെ അളവ് അവരവിടെ വെച്ച് തന്നെ എടുത്തതിന് ശേഷം കണക്കാക്കിയുള്ള ഷൂ എടുത്തു തരും കേട്ടോ. അപ്പൊ ഇതേപോലെ കെട്ടൊന്നും ഇല്ലാത്ത നോർമൽ ഷൂ ആണ് മോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് വാങ്ങിച്ചിട്ടുള്ളതും ബ്ലാക്കിന്റെ ഷൂ ആണ് കേട്ടോ. ഇതേപോലെ കെട്ട് വരാതെ ഇങ്ങനെ ഒട്ടിപ്പോരുന്ന ടൈപ്പിലുള്ള ഷൂ ആണ് കേട്ടോ. അപ്പൊ അതാകുമ്പോൾ കുട്ടികൾക്ക് ഇടാനും ഊരാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ. പിന്നെ 2 ബ്ലാക്ക് സോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എറൈസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എറൈസർ ഇത് ഒരു സെറ്റ് ആയിട്ടാണ്. ഇത് 99 രൂപയാണ് വരുന്നത്. ഒരു സെറ്റ് ആയിട്ടാണ്. അപ്പൊ ഇത് അത്യാവശ്യം കുറച്ച് കിട്ടും കേട്ടോ. ഇത് കുറെ ഉണ്ട്, ഓരോ മോഡലിലുള്ളത് കേട്ടോ. ഓരോന്നും ഓരോ മോഡലിലാണ്. കുറെയൊക്കെ തണ്ണിമത്തന്റെ ഇതിന്റെയൊക്കെ നല്ല മണമാണ് കേട്ടോ. നല്ല മണമുള്ള എറൈസറും ഉണ്ട്. അപ്പൊ ഇതൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും കൊടുത്തേക്കില്ല കേട്ടോ, ഓരോന്നായിട്ട് കൊടുത്തേക്കും. അപ്പൊ അവർക്ക് കളയാനും എളുപ്പമുണ്ട്, ഉപയോഗിക്കാനും എളുപ്പമുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് മറ്റേ പെൻസിൽ എവിടെ? പിന്നെ ഇതൊരു പെൻസിലാണ് കേട്ടോ. പെൻസിലാണ് ഒരു നമ്മളെ പണ്ടൊക്കെ ഉപയോഗിക്കില്ലേ, പേന പെൻസിൽ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പുള്ള ഒരു പെൻസിലാണ്. ഇത് അതിന്റെ വേറൊരു മോഡലാണ്. ഇതിങ്ങനെ അടച്ചു വെച്ച് അങ്ങനെ എന്തൊക്കെയാണ് ഇതിങ്ങനെയാണ് സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് 23 രൂപ ഉള്ളു കേട്ടോ. 23 രൂപ ഉള്ളു ഇതിന്റെ വില വരുന്നത്. 23 രൂപ ഇതിന്റെ വിലയുള്ളു. ഇത് അടപ്പ് തന്നെ, അടപ്പുണ്ട്, ക്യാപ്പുണ്ട്. ഒരു പേന. ഇതിന്റെ അകത്ത് തന്നെ ഫാബ്രിക് ക്യാപ്സിലാണ്.
ഇതിന്റെ അകത്ത് തന്നെ നിബുണ്ട്. ഇത് ഏതാള്ള പെൻസിലൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പേന പെൻസിൽ എന്ന് പറയില്ല, ആ ഒരു ടൈപ്പാണ്. അത് 2 എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം 23 രൂപയാണ് വില വരുന്നത്. അപ്പൊ ആ ഐറ്റം ഒക്കെ വാങ്ങിച്ചു. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മള് ഇത്രയും ഷോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചോ ആ കൂപ്പൺ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസ്കൗണ്ട് വൗച്ചർ എന്ന് പറഞ്ഞ ഒരു കാർഡ് കിട്ടും കേട്ടോ. അത് 100, 500 ആ ഒരു റേഞ്ചിൽ കിട്ടും. നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചോ ആ റേഞ്ചിനനുസരിച്ച് കിട്ടും. അത് പക്ഷെ ടെക്സ്റ്റൈലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തുണി വാങ്ങിക്കുന്ന സമയത്ത് എന്തെങ്കിലും തുണികളൊക്കെ വാങ്ങിക്കൂല, വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ടെക്സ്റ്റൈൽ 2 തുണികൾ എന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ഇതുണ്ട് എന്തെങ്കിലും എന്തിനാണ് പറയുന്നത്, അല്ല നമ്മുടെ അല്ല ഗിഫ്റ്റ് നമ്മളെ ടെക്സ്റ്റൈൽസ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇനി നമ്മൾ അടുത്ത് ടെക്സ്റ്റൈലിൽ നിന്നാണ് കേട്ടോ. ടെക്സ്റ്റൈൽ കുറച്ച് കുട്ടികൾക്ക് നമ്മളെ ലഞ്ച് ബാഗ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ടവലിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ടവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഇത് വരുന്നത് വില വരുന്നത് ഒരെണ്ണം 67 രൂപയാണ് കേട്ടോ. 67 രൂപയ്ക്കാണ് വരുന്നത്. അപ്പൊ അത് ഒരു 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കർച്ചീഫ് അവർക്ക് അത്യാവശ്യം സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റൈൽ വാങ്ങിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റൈൽ വാങ്ങിച്ചതിന്റെ ബില്ല് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് ടെക്സ്റ്റൈലേ ഉള്ളൂ. അപ്പൊ ഇത്രയും വാങ്ങിച്ചു, പിന്നെ ഇത്രയും ടെക്സ്റ്റൈലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഈ ബാക്കിയുള്ളതിനൊന്നുമില്ല. ടെക്സ്റ്റൈൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. ഇത് നമുക്ക് അത്യാവശ്യമല്ല, നമ്മള് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റിയതാണ്. ഓക്കെ, അങ്ങനെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത്രയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ചതും കിട്ടിയതുമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഇനി സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് വാങ്ങിക്കണം, നോട്ട് വാങ്ങിക്കണം. ഈ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടില്ല, ബാക്കിയെല്ലാം വാങ്ങിച്ചേട്ടാ. അപ്പൊ ടെക്സ്റ്റ് നോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അതിന് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി ഏകദേശം സ്കൂളിലേക്ക് പുറപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇത്രയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് പറയാലോ, പോലീസിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. കുട്ടികളെ കൊണ്ട് നമ്മൾ അറിയുമ്പോൾ എന്നേക്കാളും നമുക്ക് അവിടെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു കൂടെ കീഴിൽ കിട്ടുമെന്ന് കുറയില്ല. അതേപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു